അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സ്കൂൾ ഓഫ് ഖുർആനിലെ രക്ഷിതാക്കളുടെ അനുഭവങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും ആ പ്രദേശത്തിൽ വരെ സ്കൂൾ ഓഫ് ഖുർആൻ വരുത്തുന്ന കുടുംബത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ ഇന്ന് മറ്റൊരു രക്ഷിതാവാണ് നമ്മുടെ കൂടെ ചേരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിരുവനന്തപുരത്ത് കൊല്ലായി അല്ലേ? ഒന്ന് സ്വയം നിൽക്കൊണ്ടൊന്ന് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിറാജുദ്ദീൻ. എൻ്റെ സ്ഥലം പാങ്ങോടാണ്. എൻ്റെ വൈഫും മകളും കൊല്ലയിലെ സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ ഒരു മകൻ വൈഫ് സ്കൂൾ ഓഫ് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വൈഫും മകളും പഠിപ്പിക്കുന്നുണ്ട് കൊല്ലായി സെന്റർ. എൻ്റെ ഒരു മകൻ അവന് 4ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. മകൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഒരു ഏതാണ്ട് 4 ജിസോളം ഹെഫ്ലാക്കിയിട്ടുണ്ട്. അല്ല ചോദിക്കട്ടെ, കൊല്ലായി സെന്റർ തുടങ്ങിയിട്ട് എത്ര കാലമായി? കൊല്ലായി സെന്റർ ഏതാണ്ട് 5 വർഷമാണ്. 5 വർഷമായി. ആ ഒരു സെന്ററിന്റെ ഒരു ചരിത്രം, ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തുടക്കം മുതലേ അതിന്റെ പിന്നാലെ ഉണ്ടല്ലോ? ഇല്ല, ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ഒരു 3 വർഷമായിട്ട് കൊല്ലായി സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. 3 വർഷമായിട്ടുണ്ട്. 3 വർഷമായിട്ടുണ്ട്. ഒരു 3 വർഷത്തെ പരിചയം ഉണ്ടല്ലോ. അതെ. ഏതാണ്ട് 85ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. 85 കുട്ടികൾ 5ാം ക്ലാസ് വരെ ഉണ്ട്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് 5ാം ക്ലാസ് വരെ ഉണ്ട്. 5ാം ക്ലാസ് വരെ. അപ്പൊ അതില് വൈഫും മോളും ഒക്കെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബസമേതം സ്കൂൾ ഓഫ് ഖുർആന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോകുന്നത്. അൽഹംദുലില്ലാ. ഞാൻ അവിടെ സ്കൂളിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ കുട്ടികള് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സറൗണ്ടിങ്സിലുള്ള കുട്ടികൾ മാത്രമാണോ, അതോ ആ ഏരിയയിൽ നിന്ന് ഇത് മനസ്സിലാക്കി കുട്ടികൾ വേറെ വരുന്നത്? അല്ല, നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള കുട്ടികൾ മാത്രമല്ല, ഒരുപാട് ദൂരെ നിന്നുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്. കാരണം ഇതിനെപ്പറ്റി അറിയാമെന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മൾ മദ്രസകളിൽ ഈ സ്കൂൾ ഓഫ് ഖുർആനിൽ പഠിപ്പിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടികളൊക്കെ ആ ഏജ് ഓവർ ആവുന്നത് കൊണ്ട് അവർ അഡ്മിഷൻ കിട്ടാതെ വരുന്നുണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാറുള്ളൂ. കാരണം ഇതിനെപ്പറ്റിയുള്ള ടേസ്റ്റ് അറിയുന്നവർ തീർച്ചയായിട്ടും സ്കൂൾ ഓഫ് ഖുർആനിൽ മാത്രമേ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കൂ. അഡ്മിഷൻ മുന്നേ ചോദിച്ചു നോക്കും അല്ലേ? ചോദിച്ചു വരും. അതെ. അപ്പോ പിന്നെ മോന്റെ ഒരു പഠനം അവിടെ വൈഫ് പഠിപ്പിക്കുന്നുണ്ട്, മോള് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ മോന് പഠിക്കുന്നുണ്ട്. ആസ് എ പാരന്റ് എന്ന അർത്ഥത്തില് മോന്റെ ഒരു പഠനത്തെ എങ്ങനെ കാണുന്നത്, ഇതിന്റെ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത്? മാഷാ അല്ലാഹ്, ഇത് സ്കൂൾ ഓഫ് ഖുർആനിൽ നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത് നല്ലൊരു സിസ്റ്റത്തിൽ തന്നെയാണ്. കാരണം ഒരു കുട്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അവന് എന്ത് ചെയ്യാൻ പറ്റും, അവന് കൂടുതൽ ഹെഫ്ലാക്കി കൊണ്ടുപോകാൻ പറ്റും. അവരുടെ ക്ലാസ് വൈസിലല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരണം ഈ ഇപ്പോൾ 4ാം ക്ലാസ്സിൽ തന്നെ എന്താണ് 1ാം ജുസു, 2ാം ജുസു, 3ാം ജുസുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നുണ്ടോ അതിന് ഗ്രേഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ആ ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യാം, കൂടുതൽ പഠിക്കാൻ പറ്റും. പക്ഷേ മറ്റ് മദ്രസകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൻ പോർഷൻ കാണും ഖുർആൻ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പഠിക്കാൻ പറ്റും. ഇതില് പിന്നെ സിലബസ് അതിന്റെ സിസ്റ്റം ഒക്കെ ഓക്കെ, പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? അവർക്ക് ട്രെയിനിങ് കാര്യങ്ങൾ, ടീച്ചേഴ്സിന് അവർക്ക് സമയാസമയങ്ങളിൽ തന്നെ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ട്രെയിനിങ് കഴിയുമ്പോഴും അവർക്ക് എന്ത് ചെയ്യട്ടെ, കൂടുതൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ടീച്ചിങ് ഗൈഡുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ കൊല്ലായി സെന്റർ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ എത്ര സെന്ററാണ്? ഇവിടെ ഇപ്പോൾ ഒരു 3-4 സെന്ററുകളാണ്. 4 സെന്ററായി. ഈ സെന്ററിൽ ഇനി ഇപ്പോൾ അവിടെ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടോ? അവിടെ നമ്മൾ സ്വന്തമായിട്ടല്ല ബിൽഡിംഗ്, സ്കൂൾ ഓഫ് ഖുർആൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിൽ സൺഡേ ലീവ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം കൊല്ലായിൽ അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം എടുക്കുന്നില്ല. കാരണം ആളുകൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സിസ്റ്റം നിലനിൽക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ട്? തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഫ്ദ് കോളേജസ് അല്ലെ, ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഹിഫ്ദ് കോളേജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ആഡ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം ഒറ്റ ദിവസം മാത്രമാണല്ലോ, സൺഡേ മാത്രമാണല്ലോ. അപ്പോൾ അതും കൂടി അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ പിന്നെ അവിടുത്തെ നമ്മളുടെ ഒരു പ്രാസ്ഥാനികമായിട്ടുള്ളൊരു ബന്ധം നോക്കുമ്പോഴേ അവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു അവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണം ഈ സ്ഥാപനത്തോട് ബാക്കിയുള്ളത് തൊട്ടുഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകളോട് നമ്മളുടെ ഒരു മാറ്റി നിർത്തിയ രീതിയാണോ, അതല്ല അവിടേക്ക് എങ്ങനെ ഇത് അതിന് ഈ സ്ഥാപനം എത്രമാത്രം അവിടെ ഇതിന് ഫലപ്രദമായിട്ട് നമ്മൾ പ്രബോധനത്തിന്? അതല്ല, അവർ മോസ്റ്റ് ഓഫ് കുട്ടികൾ പിന്നെ പ്രാസ്ഥാനികമായിട്ടുള്ള ബന്ധം നോക്കിയിട്ടല്ല വരുന്നത്. അല്ല,
അല്ലാതെ അവിടെ മനസ്സിലാക്കിയ കുട്ടികൾ, അവരുടെ സറൗണ്ടിങ്ങുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഒരുപാട് ദൂരെ നിന്നുള്ള കുട്ടികൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഓഫ് ഖുർആൻ കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദൂരെ നിന്ന് തന്നെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നെ ഒരു കുറേ ആളുകൾ നമ്മളിങ്ങനെ സംസാരിച്ചു വരികയാണല്ലോ, ഒരുവിധ കാര്യങ്ങളൊക്കെ പാരൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് എല്ലാവരും പറയുന്നത്. അതെ, കഴിഞ്ഞ മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞു പാരൻസിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ടീച്ചേഴ്സ്, പാരൻസ്, കുട്ടികൾ, പിന്നെ ആ സ്ഥാപനം നടത്തിക്കൊണ്ടുവരുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഗുണമാണ്. അതെ. പക്ഷേ എങ്കിലും എനിക്ക് പറയുന്നത് തെക്കൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു വാർത്ത എത്തിയിട്ടില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാരിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ, കാരണം ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ ഇത് മുന്നോട്ട് വരും. പലർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം ഉള്ളത് തന്നെ അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ ഒരു 3-4 സെൻറ്ററുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ സ്ഥലങ്ങളിൽ വരണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളെ വിടാനായിട്ട് രക്ഷിതാക്കൾ തയ്യാറാണ്. അതിൻ്റെ ഒരു കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള പ്ലാൻ പദ്ധതികളിലൂടെയാണ് നമ്മളിനി പോകുന്നത്. ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് വളരെ ആവശ്യമാണ്. ഏതായാലും അതിനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമീൻ യാ റബ്ബൽ ആലമീൻ.